ഇന്നത്തെ ചിന്താവിഷയം എന്ന ഈ പരമ്പരയിലേക്ക് പങ്ക്തിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. കഴിഞ്ഞ ദിവസം നാം ഒരുമിച്ച് ചിന്തിച്ചത് സഹനം എന്ന സർവലൗകികമായ മനുഷ്യജാതിയുടെ അനുഭവം, അതിൽ പ്രവർത്തിക്കുന്ന മർമ്മമെന്ത്, സഹനമെന്നാൽ എന്ത്, അതെങ്ങനെ ആവിർഭവിക്കുന്നു, അതിൻ്റെ ആത്മീകമായ അനിവാര്യതയും ഗുണഫലവും എന്താണ്, സഹനത്തിൽ കൂടെ എപ്രകാരം മനുഷ്യൻ്റെ പ്രജ്ഞ അല്ലെങ്കിൽ കോൺഷ്യസ്നെസ് വർദ്ധിക്കുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു. അങ്ങനെ കോൺഷ്യസ്നെസ് എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ട് മനുഷ്യന് മനുഷ്യത്വത്തിൽ എന്ത് അനുഗ്രഹം അല്ലെങ്കിൽ സമ്പത്ത് പ്രാപിപ്പാനിടയാകുന്നു, ഇങ്ങനെയുള്ള വിഷയത്തെ പറ്റിയാണ് ഞാൻ അതിനുശേഷം ധ്യാനിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്ത, പ്രോസ്പെറിറ്റി ഗോസ്പൽ നാം ഈ കണ്ട ആത്മീയമായ ദർശനത്തിൻ്റെ ഘടകവിരുദ്ധമാണ്. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യരെ ആകർഷിക്കുന്നത് ഈ സമ്പത്തിൻ്റെ സുവിശേഷമാണ്, പ്രോസ്പെറിറ്റി ഗോസ്പലാണ്. അതിൽ മനുഷ്യൻ്റെ സഹനം വെറും മണ്ടത്തരമാണ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിന് പകരം സഹനത്തിന് ഒരു സമ്പത്ത് അതാണ് ദൈവത്തിൻ്റെ ജോലി. ദൈവത്തോട് പ്രത്യേക ഈക്വേഷനുള്ള ആൾ ദൈവങ്ങളെടുത്ത് പോയാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ വ്യാമോഹങ്ങളെല്ലാം സാധിച്ചു തരും. പിന്നെ സഹനത്തിന് മാർജിനില്ല, അപ്പോൾ സുഖമായി ജീവിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു നൽകിയ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഉപമ, ധനികനായ മണ്ടനെ പോലെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, അന്ന് രാത്രി അവൻ്റെ ജീവൻ പോയി. ഇതാണ് പ്രോസ്പെറിറ്റി ഗോസ്പൽ. ഇത് മനുഷ്യന് വളരെയധികം ദോഷം ചെയ്യുന്നു, അപകടം വരുത്തി വയ്ക്കുന്നു. മനുഷ്യൻ്റെ ആത്മീകമായ കണ്ണ് അടച്ചു കളയുന്നു, അവനെ കൺകെട്ടി അന്ധകാരത്തിൽ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നു എന്ന അതിഭീകരമായ യാഥാർത്ഥ്യം പരിഗണിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുടെ തുടർച്ചയായി ചില ചിന്തകൾ കൂടെ നിങ്ങളുമായി പങ്കിടേണ്ടത് അത്യാവശ്യമാണ് എന്ന ഉൾപ്രേരണ എന്നെ നന്നേ ഹേമിച്ചതുകൊണ്ട് ഞാൻ ചില ചിന്തകൾ കൂടെ അത് സംബന്ധമായ തുടർച്ചയായി ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. നമുക്ക് കഴിഞ്ഞ വീഡിയോയുടെ ഉള്ളടക്കത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം. എനിക്ക് നന്നേ ഓർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ ആദ്യമായിട്ട് എനിക്ക് വയറുവേദന വന്നു. അന്നൊക്കെ കുഞ്ഞുങ്ങളുടെ വയറ്റിൽ വര, കാരണം മണ്ണിൽ പോയി കളിക്കും, അത്ര ഹൈജീനൊന്നും ഇല്ലാതെയാണ് നമ്മളൊക്കെ വളർന്നു വന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അന്ന് വര ഉണ്ടാകും, അല്ലെങ്കിൽ അന്ന് പച്ചമാങ്ങ കടിച്ച് തിന്നും, അപ്പോൾ വയറുവേദനയുണ്ടാകും, നന്നേ വയറുവേദനയുണ്ടാകും. ആദ്യമായിട്ട് വയറുവേദന ഉണ്ടായപ്പോഴാണ് എനിക്ക് വയറുണ്ട് എന്നൊരു അറിവെനിക്കുണ്ടായി. വയറുവേദന, അപ്പോൾ വയറുണ്ട് എന്ന് ബോധ്യമുണ്ടായി. വയറ് നിറച്ച് ആഹാരം കഴിച്ചുകൊണ്ട് ആ ബോധ്യം ഉണ്ടാകണമെന്നില്ല, വയറുവേദനയുണ്ടായി. അപ്പോൾ എനിക്ക് വയറുണ്ടായി. അപ്പോൾ എൻ്റെ വയറിനെ പ്രസവിച്ചത് വേദനയാണ് എന്നാണ് അതിനകത്തെ സത്യം. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ഒരു പല്ലെടുക്കേണ്ടി വന്നു, എനിക്ക് നന്നേ ഓർമ്മയുണ്ട്. അപ്പോഴാണ് എനിക്ക് പല്ലുണ്ട്, അതുവരെ സമർത്ഥമായി പ്രയോഗിച്ചുകൊണ്ടിരുന്ന പല്ല്, അതിനെപ്പറ്റി എനിക്കൊരു ബോധവുമില്ലായിരുന്നു. പല്ല് പറിക്കേണ്ടി വന്നപ്പോൾ ഡെൻറ്റിസ്റ്റിൻ്റെ പല്ലിൽ പിടിച്ച് വലിച്ചപ്പോൾ എനിക്ക് പല്ലുണ്ട് എന്ന് ഞാൻ വ്യക്തമായിട്ട് അറിഞ്ഞു. അതുപോലെ തന്നെ ഓരോരോ കഷ്ടവും പ്രയാസവും ഓരോരോ അവയവത്തിൽ വരുമ്പോഴാണ് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ചെറുപ്പത്തിൽ പന്ത് കളിക്കുമായിരുന്നു. അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ വലത്തെ കാലിൻ്റെ, അപ്പോൾ അന്നത്തെ ഫുട്ബോൾ ഫീൽഡൊന്നും അത്ര നന്നായിട്ടല്ല മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾക്കറിയാം. പോച്ച പിടിച്ച് അതിനകത്ത് നല്ല കൂർമ്മയുള്ള തണ്ടുള്ള പോച്ചയുണ്ടായിരുന്നു. ഒരെണ്ണം എൻ്റെ കാലിൻ്റെ തൊലിക്കകത്തുള്ള, അന്ന് ഷൂസൊന്നും ഇല്ലാതെയാണ്, നഗ്നപാതരായിട്ടാണ് പന്ത് കളിക്കുന്നത്. എൻ്റെ തൊലി തുളച്ചകത്ത് കയറി, ഭയങ്കര വേദന. അപ്പോൾ ഞാൻ കരഞ്ഞ് നിലവിളിച്ച്, അപ്പോൾ എന്നെ കൊണ്ട് ആശുപത്രി, ബിഷപ്പ് ഹോർജ് സ്കൂളിലെ എന്താ പറയുന്നത് സ്പോർട്സിൻ്റെ ഇൻചാർജായിട്ടുള്ള ടീച്ചർ എന്നെ ഫിലിപ്പിൻ്റെ ആശുപത്രിയിൽ കൊണ്ടുപോയതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അന്നേരമാണ് എനിക്ക് കാലിൻ്റെ പത്തിയെ പറ്റി നല്ല ബോധ്യമുണ്ടായത്. അങ്ങനെ മറ്റും.
അപ്പോൾ എൻ്റെ കാലിൻ്റെ പത്തി പിറന്നത് വേദനയിലാണ്, എൻ്റെ പല്ലുകൾ പിറന്നത് വേദനയിലാണ്, എൻ്റെ വയറ് പിറന്നത് വേദനയിലാണ്. പിന്നെ തലവേദന വരുമ്പോഴാണ് തലയുണ്ട് എന്ന, അല്ലെങ്കിൽ തല എവിടെയും ചെന്ന് ശക്തമായിട്ട് മുട്ടുമ്പോഴാണ് അയ്യോ എനിക്ക് തലയുണ്ടല്ലോ എന്ന ഒരു വരുന്നത്. അങ്ങനെ ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിൽ കൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന നന്മ, ഓരോ കഷ്ടപ്പാടിൻ്റെ അനുഭവത്തിലും നമുക്കൊരു നന്മയുണ്ടാകുന്നുണ്ട്. എന്താണ്? നമ്മുടെ ബോധതലങ്ങൾ കൂടുതൽ കൂടുതൽ വ്യക്തമായി നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കുകയും അത് വളരുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ മനുഷ്യത്വം വികസിക്കുന്നു, വളരുന്നു. നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ വളർച്ച നമ്മുടെ ബോധത്തിൻ്റെ വികസനമാണ്. The development of our humanity is nothing but the expansion of our consciousness. ഇത് എത്ര ആവർത്തിച്ച് പറഞ്ഞാലും എനിക്ക് മതി വരികയില്ല. കാരണം ഈ കാലത്ത് അത്രമാത്രം ഇത് അവഗണിക്കപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ. ഇനി വേറൊരു ഉദാഹരണം ചരിത്രത്തിൽ നിന്ന് പറയുമ്പോൾ, ഞാനീ പറയുന്ന ആശയത്തിൻ്റെ ഗാംഭീര്യം ഇത്ര വലുതാണ് എന്നൊരു പക്ഷേ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഏവർക്കും വളരെ പ്രിയങ്കരനായ ഒരു നോവലിസ്റ്റാണ് ഫേദോർ ദോസ്റ്റോയെവ്സ്കി, റഷ്യൻ എഴുത്തുകാരൻ. അദ്ദേഹത്തിൻ്റെ സുപ്രധാനമായ വിഖ്യാതമായ കൃതികളാണ് ക്രൈം ആൻഡ് പനിഷ്മെൻറ്റ്, ബ്രദേഴ്സ് കരമാസോവ്, പിന്നെ ദ ഇഡിയറ്റ്, പിന്നെ നോട്ട്സ് ഫ്രം ദി അണ്ടർഗ്രൗണ്ട്, അങ്ങനെ മറ്റും. ദോസ്റ്റോയെവ്സ്കി ഇത്ര മഹാനായ അതുല്യനായ ഒരു നോവലിസ്റ്റായി ഉയർത്തിയ അനുഭവം ഞാൻ പറയാം. അദ്ദേഹം സ്വതന്ത്ര ചിന്തകനായിരുന്നതുകൊണ്ട് അന്നത്തെ റഷ്യൻ ചക്രവർത്തി സാർ, TSAR എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ചിലപ്പോൾ CZAR എന്നും ആ സ്പെല്ലിംഗ് ഉപയോഗിക്കാറുണ്ട്. റഷ്യൻ ചക്രവർത്തിക്കെതിരെ അദ്ദേഹം ഒരു നിലപാടെടുത്തു. അങ്ങനെയുള്ള ഒരു ലിറ്ററേച്ചർ ഒരു പാംഫ്ലെറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പോലീസ് കണ്ടെത്തി, അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ സൈബീരിയയിലേക്ക് നാടുകടത്തി. അവിടെ വെച്ച് വധിക്കപ്പെടാനുള്ള നിയമമുണ്ടായി, ഓർഡറുണ്ടായി. അങ്ങനെ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുവാനായിട്ട് അതിനുള്ള സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി, കണ്ണുകൾ കെട്ടി അദ്ദേഹത്തെ വെടിവെക്കാനായിട്ട് സൈനികർ നിരന്നു നിന്നു. ആ സമയത്ത് രാജാവിൻ്റെ മാപ്പ് അറിയിച്ചുകൊണ്ടുള്ള ദൂതുമായി പട്ടാളക്കാർ കുതിരപ്പുറത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുവാനിടയായി. അപ്പോൾ ആ അനുഭവത്തിൽ കൂടെ കടന്നുപോയ ഡോസ്റ്റോയെവ്സ്കിയാണ് ഈ അമർത്യമായ സാഹിത്യകൃതികൾ രചിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നത് ഡോസ്റ്റോയെവ്സ്കി നമുക്ക് വിഭാവന ചെയ്യാൻ വയ്യാത്ത ആ ഒരു സംഭ്രമജനകമായ അവസ്ഥയിൽ കൂടെ കടന്നു പോയില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഇത്ര മഹനീയമായ സാഹിത്യ രചനകൾ നടത്തുവാൻ സാധ്യമാകുമായിരുന്നില്ല. അപ്പോൾ ആ അനുഭവത്തിൽ കൂടെ ദോസ്റ്റോയെവ്സ്കിയുടെ ജീവിതത്തിൽ ഉദിച്ച ഒരു അറിവെന്താണ്? ജീവൻ ലോകത്തിലെ എല്ലാറ്റിനേക്കാളും വിലയേറിയതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം, ഒരു വ്യക്തിയെ ഒരു കടുംതൂക്കായി കിടക്കുന്ന പാറയുടെ മുകളിൽ കൊണ്ട് നിർത്തി അവിടെ അവന് ഒറ്റക്കാലിൽ മാത്രം നിൽക്കാനുള്ള ഇടമേ ഉള്ളൂ. അങ്ങനെ നിർത്തിയാലും അവന് 100 വർഷം കൂടെ ജീവിക്കണമെന്ന് തോന്നും. ഇഫ് യു പുട്ട് എ മാൻ ഓൺ എ റോക്ക് വെയർ ഹി ക്യാൻ സ്റ്റാൻഡ് ഓൺലി ഓൺ one leg, ഈവൻ ദെൻ ഹി വുഡ് വോണ്ട് ടു ലിവ് 100 years എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ജീവിതത്തോട് അത്രമാത്രം പ്രേമം തോന്നുവാൻ, ആസക്തി തോന്നുവാൻ, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമെന്നും ഏറ്റവും വലിയ അനുഗ്രഹമെന്നും തിരിച്ചറിയുവാൻ ഡോസ്റ്റോയെവ്സ്കിയെ സഹായിച്ച അനുഭവം എന്താണ്? അദ്ദേഹം ഫയറിംഗ് സ്ക്വാഡിനെ അഭിമുഖീകരിച്ചു എന്നുള്ളതാണ്. നിമിഷങ്ങൾ കൊണ്ടാണ് ഡോസ്റ്റോയെവ്സ്കിയുടെ ജീവൻ സംരക്ഷിക്കപ്പെട്ടത്. ആ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ ഒരു പക്ഷേ നമുക്കത് വിഭാവന ചെയ്യാൻ പോലും സാധ്യമല്ല. അങ്ങനെയാകുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള വലിയ വലിയ സാധ്യതകൾ ഉണർന്നെഴുന്നേൽക്കുകയാണ്, ഒരു രൂപാന്തരം സംഭവിക്കുകയാണ്. എന്നാൽ ഇങ്ങനെയുള്ള സാധ്യതകളെ തികച്ചും തെറ്റിദ്ധരിച്ച് നാം എല്ലാവരും ഫയറിംഗ് സ്ക്വാഡിനെ ഫേസ് ചെയ്യണമെന്നല്ല ഞാനീ പറയുന്നത്.
അതൊരു പ്രത്യേകമായ അനുഭവത്തിൽ കൂടെ ഡോസ്റ്റോവസ്കി അങ്ങനെ കടന്നു പോകും. എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം മനുഷ്യരായതുകൊണ്ട് നാം അനിവാര്യമായി അനുഭവിക്കേണ്ട കഷ്ടപ്പാടുകളുണ്ട്, യാതൊരു സംശയവുമില്ല. അത് ശ്രീ ബുദ്ധൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം കൂടെ ഈ സമയത്ത് സൂചിപ്പിക്കുന്നത് ഔചിത്യപരമായിരിക്കുമെന്ന് വിചാരിക്കുകയാണ്. ഒരു സ്ത്രീ അവരുടെ ഏക മകൻ മരിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് ബുദ്ധഭഗവാന്റെ അടുത്ത് ചെന്ന ഒരു കഥയുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിനക്ക് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? എൻ്റെ മകൻ മരിച്ചു പോയി, ജീവിപ്പിക്കണം. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, അത് ഞാൻ ചെയ്യാം. ഒരു കാര്യം ചെയ്യണം, പോയി ഏതെങ്കിലും ഒരു വീട്ടിൽ നിന്ന് അല്പം കടുകുമണി കൊണ്ടുവരണം. എന്നാൽ ആ വീട്ടിൽ മരണം സംഭവിക്കാത്ത വീടായിരിക്കണം. ആ വീട്ടിലോ ആ വീടിനോട് ബന്ധപ്പെട്ട ആരുമോ മരിച്ച് കാണരുത്. അങ്ങനെ മരിച്ച ചരിത്രമുണ്ടെങ്കിൽ ഈ കടുകുമണിക്ക് അതിൻ്റേതായ ശക്തി ഉണ്ടാവില്ല. എനിക്കതുകൊണ്ട് നിൻ്റെ മകനെ വീണ്ടും ജീവിപ്പിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഈ മാതാവ് വളരെ പ്രതീക്ഷയോട് ഓടി ഓരോ വീട് സന്ദർശിച്ചു. കടുകുമണി. എല്ലാവരും കടുകുമണി നൽകാൻ തയ്യാറാണ്, ഇഷ്ടം പോലെ കടുകുമണികൾ നൽകാൻ തയ്യാറാണ്. പക്ഷേ അവരൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ വീടുകളിൽ മരണം സന്ദർശിച്ചിട്ടുണ്ട്. ഡെത്ത് ഹാസ് വിസിറ്റഡ് അവർ ഹോംസ്. മരണം കയറിയിട്ടില്ലാത്തൊരു വീടും കണ്ടെത്തുവാൻ ആ സ്ത്രീക്ക് കഴിഞ്ഞില്ല. അവസാനം അവർ ബുദ്ധഭഗവാന്റെ അടുത്ത് വന്ന് അവിടെ അനുഭവങ്ങൾ വിവരിച്ചപ്പോൾ ബുദ്ധൻ പറഞ്ഞു, ഇതാണ് ലോകയാഥാർത്ഥ്യം, ഇതിനെ അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഇത് ആത്മീയമായ ദർശനം പുലർത്തുന്ന ഏവരും തിരിച്ചറിയുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ പാശ്ചാത്യ സംസ്കാരത്തിൽ ഭൗതികവാദം, മെറ്റീരിയലിസം, അതിൻ്റേതായ കൺസ്യൂമറിസ്റ്റ് കൾച്ചർ, അത് മനുഷ്യരിൽ ഉയർത്തുന്ന അത്യാർത്ഥിയുടെ വികാരങ്ങൾ, ഇവ കൊണ്ട് മത്ത് പിടിച്ച് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ആളുകൾക്ക് അവർ ദൈവത്തെ കാണുന്നത് ഈ അത്യാഗ്രഹത്തെ പൂർത്തീകരിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ്റെ അത്യാഗ്രഹത്തിനനുസരിച്ച് തുള്ളുന്ന ദൈവത്തെയാണ്. അങ്ങനെയുള്ള ദൈവത്തെ അവതരിപ്പിച്ച് സമർത്ഥമായി പണമുണ്ടാക്കുവാൻ പ്രാവീണ്യമുള്ള അനേകം ആളുകൾ ഇപ്പോൾ ഈ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട്, മതമാർക്കറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിപ്പോകുവാൻ ആർക്കും ഇടവരരുത്. യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുന്നതാണ് അതിൽ നിന്ന് ഒളിച്ചോടുന്നതിനേക്കാൾ അഭികാമ്യം. നമുക്ക് ജീവൻ ഉണ്ടാകണമെങ്കിൽ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ജീവൻ എന്ന് പറയുമ്പോൾ പ്രജ്ഞയാണ്. പ്രജ്ഞ എന്ന് പറഞ്ഞാൽ ബോധമാണ്, കോൺഷ്യസ്നെസ്സാണ്. അതില്ലാത്തവർ മനുഷ്യരായി തീരുവാൻ സാധ്യമല്ല, അതില്ലാത്തവർ മൃഗങ്ങളാണ്. അപ്പോൾ നമുക്ക് സമൃദ്ധമായ ജീവൻ ഉണ്ടാകണമെങ്കിൽ കുറഞ്ഞ പക്ഷം നമുക്ക് ബോധമെങ്കിലും ഉണ്ടാകണ്ടേ. ആ ബോധത്തിൻ്റെ തോതനുസരിച്ചാണ് നാം സമൃദ്ധിയിലേക്കോ അല്ലെങ്കിൽ പട്ടിണിയിലേക്കോ പ്രവേശിക്കുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് ആരെങ്കിലും ഒരു നല്ല പുസ്തകം, അതിമനോഹരമായ പുസ്തകം സമ്മാനിച്ചു എന്ന് വെക്ക്. ഒരേ പുസ്തകം ഒരു 50 പേർക്ക് കൊടുത്തു. ഈ 5 പേരും ആ പുസ്തകത്തിൽ നിന്ന് നേടുന്ന സന്തോഷവും ആശയപുഷ്ടിയും വ്യത്യസ്തമായിരിക്കും. ചിലർ ആ പുസ്തകത്തെ ഭാരമായി കാണും, ചിലർ ആ പുസ്തകത്തെ കഷ്ടിച്ചൊന്ന് ഓടിച്ച് നോക്കും, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ചിലർ അത് വായിക്കുകയും വായിക്കുന്നവരിൽ തന്നെ ചിലർ ഗാഢമായി വായിക്കുകയും ചിലർ ഒരു പരിധിവരെ വായിക്കുകയും ചിലർ അതിൻ്റെ പൂർണ്ണത കണ്ടെത്തുകയും ചിലർ അതിൻ്റെ ചില ആശയങ്ങൾ മാത്രമെടുത്ത് സംഗ്രഹിക്കുകയും, അങ്ങനെ പല വിധത്തിലാണ് ഒരനുഗ്രഹം ആളുകൾ പ്രയോജനപ്പെടുത്തുന്നത്. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു താലന്തുകളുടെ ഉപമ നൽകിയിട്ടുള്ളത്. എത്ര താലന്ത് കിട്ടുന്നു എന്നുള്ളതല്ല പ്രശ്നം, താലന്തുകൾ എപ്രകാരം നാം വിലമതിക്കുന്നു, താലന്തുകൾ ഉൾക്കൊള്ളുന്ന സാധ്യതകൾ തിരിച്ചറിയത്തക്കവണ്ണം നമുക്ക് ബോധോദയമുണ്ടായിട്ടുണ്ടോ. ഈ ഒരു താലന്ത് നൽകപ്പെട്ട ആ ഒരു വേലക്കാരൻ, ദാസൻ, അതുകൊണ്ട് കുഴിച്ചിട്ടു. അവന് 10 താലന്ത് കൊടുത്താലോ അല്ല 5 താലന്ത് കൊടുത്താലോ അവൻ അതുകൊണ്ട് കുഴിച്ചിടുകയേ ചെയ്യത്തുള്ളൂ. ഇത് താലന്തുകളുടെ അക്കം അല്ലെങ്കിൽ നമ്പർ അല്ല പ്രശ്നം, ഒരു വ്യക്തിയുടെ അവസ്ഥയാണ് പ്രശ്നം. അവൻ്റെ ബോധതലങ്ങൾ എത്ര
മോശമായിരുന്നു, അല്ലെങ്കിൽ പട്ടിണിയുള്ളതായിരുന്നു, ദാരിദ്ര്യമുള്ളതായിരുന്നു എന്നവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അവന് താലന്ത് നൽകിയ യജമാനനെ, ആ യജമാനനെ പറ്റിയുള്ള അവൻ്റെ ബോധം എന്താണ്? യജമാനൻ ക്രൂരനും നീതിയില്ലാത്തവനും വിതയ്ക്കാത്തത് കൊയ്യാൻ മാത്രം നടക്കുന്ന ഹൃദയമില്ലാത്ത ഒരു ഒരു എന്താണ് പറയുന്നത്, ഒരു ദ്രോഹിയാണ്, ഒരു വിവരദോഷിയാണ് എന്ന ഒരറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് യജമാനൻ്റെ പ്രശ്നമല്ല, അവൻ്റെ പ്രശ്നമാണ്. അവൻ്റെ മുമ്പിൽ ആരെ കൊണ്ട് നിർത്തിയാലും, ദൈവത്തെ കൊണ്ട് നിർത്തിയാലും അവനതേ പറയുകയുള്ളൂ, നീ ക്രൂരനാണ്, നീ അനീതി ചെയ്യുന്നവനാണ്, വിതയ്ക്കാത്തത് കൊയ്യാൻ നടക്കുന്നവനാണ് എന്ന് മാത്രമേ അവന് പറയാൻ കഴിയുള്ളൂ. കാരണം അത് അത്രമാത്രമുള്ള വളർച്ചയെ അവൻ്റെ ബോധ ജീവിതത്തിന്, കോൺഷ്യസ്നെസ് അതിന് സംഭവിച്ചിട്ടുള്ളൂ. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ഈ കാലത്ത് ഏറ്റവും അധികമായി കാംക്ഷിക്കേണ്ടത് നമ്മുടെ ബോധതലത്തിൻ്റെ വളർച്ചയാണ്. അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കരുത്. ഇത് ഈ യൂട്യൂബ് ചാനൽ ആരംഭിച്ച ശേഷം എന്നോട് പ്രത്യേകമായി വാചാലമായി സംസാരിക്കുന്നൊരു ഭാഗമാണെന്ന് നിങ്ങൾക്കറിയാം. ഈ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൂടെ ഞാൻ മുത്തുകൾ എറിയുമ്പോൾ ചിലരൊക്കെ പ്രതികരിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കുക. എന്താണ് ഈ പന്നിയുടെ പ്രശ്നം? 4 കാലം നടക്കുന്നു എന്നതുകൊണ്ടല്ല, പിന്നെയോ പന്നിയുടെ ബോധം ഇത്രയേ ഉള്ളൂ എന്നതാണ്. അങ്ങനെയുള്ള വെറും ബോധമില്ലാത്ത ബോധശൂന്യരെ ആളുകളെ പന്നി എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അങ്ങനെ വിളിക്കരുത്. അങ്ങനെ വിളിക്കുന്നൊരു താരിപ്പ് നമ്മുടെ കയ്യിലുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. എന്തിനെ സൂചിപ്പിക്കുന്നു? അപ്രകാരം പരാമർശിക്കപ്പെടുന്ന വ്യക്തിയുടെ ബോധതലങ്ങൾ ഉണരാത്തത് കൊണ്ട് വളർന്നിട്ടില്ല എന്ന സൂചനയാണ് അവിടെയുള്ളത്. അപ്പോൾ അത് തികച്ചും ഒഴിവാക്കപ്പെടേണ്ട ഒരു അവസ്ഥയാണ് എന്ന ഒരു തിരിച്ചറിവ് എല്ലായിടത്തുമുണ്ട്. പക്ഷേ ആ തിരിച്ചറിവിനെ നമ്മുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ നാം പ്രയോജനപ്പെടുത്തുന്നില്ല എന്നതാണ് നാം തിരിച്ചറിയേണ്ട കാര്യം. ഒരു കാര്യം കൂടെ സൂചിപ്പിച്ച് ഞാൻ ചിന്ത അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇംഗ്ലീഷിൽ ഒരു പ്രയോഗമുണ്ട്, പ്രിഫറിങ് ദ കംഫർട്ട് സോൺ ഓർ റിമെയിനിങ് സ്റ്റക്ക് ഇൻ വൺസ് കംഫർട്ട് സോൺ എന്നൊരു പദപ്രയോഗം. അതായത് നമുക്ക് ഏറ്റവും സന്തോഷവും ക്ലേശരഹിതവുമായ സുഖകരമായ ഒരു അവസ്ഥയിൽ മാത്രം തങ്ങി നിൽക്കുക. നാം ഇതുവരെ അറിഞ്ഞതിൽ നിന്നും പരിശീലിക്കപ്പെട്ടതിൽ നിന്നും പരിചയപ്പെട്ടതിൽ നിന്നും വ്യത്യസ്തമായ നമ്മുടെ സുരക്ഷിതാവസ്ഥയെ അല്പം പിടിച്ചു കുലുക്കുന്ന, നമ്മുടെ ബൗദ്ധികമായ ജീവിതത്തിൻ്റെ അതിർത്തിയെ അല്പം ഒന്ന് മാറ്റി വരയ്ക്കുന്ന അനുഭവത്തിലേക്കോ ആശയമേഖലയിലേക്കോ കടന്നു പോകുവാനുള്ള വാതിൽ തുറക്കപ്പെടുമ്പോൾ നാം അതിൽ നിന്ന് ഞണ്ട് പോലെ പുറകോട്ട് പോകും. ഭൂരിപക്ഷം ആളുകളും അങ്ങനെയാണ്. നിങ്ങൾ ഈ പ്രതികരണങ്ങൾ ശ്രദ്ധിച്ചാൽ അത് കൂടുതൽ വ്യക്തമായി മനസ്സിലാകും. യഥാർത്ഥത്തിൽ സ്വന്തം വ്യക്തിത്വത്തെ ബഹുമാനിക്കുകയും അതിനെ മതിപ്പ് കൽപ്പിക്കുകയും വില കൽപ്പിക്കുകയും അതിൻ്റെ നന്മ വളർത്തിയെടുക്കുവാൻ താല്പര്യമുള്ളൊരു വ്യക്തി ഏത് സമീപനമാണ് അവലംബിക്കുന്നത് അല്ലെങ്കിൽ അവലംബിക്കേണ്ടത്? ഇതുവരെയുള്ള അറിവിൽ നിന്ന് വ്യത്യസ്തമായ അറിവുകൾ പ്രാപിക്കാനുള്ള അവസരങ്ങളാണ് ഏറ്റവും സന്തോഷത്തോടുകൂടെയും ആർത്തിയോടുകൂടെയും സ്വീകരിക്കേണ്ടത്. അതിന് പകരം പ്രത്യേകിച്ച് മതമേഖലയിൽ എന്താണ് സംഭവിക്കുന്നത്? അറിഞ്ഞ കാര്യം മാത്രം ആവർത്തിക്കുക, അറിഞ്ഞ കാര്യം മാത്രം അനന്തമായി ആവർത്തിക്കുക. ഞാൻ ഏകദേശം 10-15 വർഷം കൺവെൻഷൻ പ്രസംഗിച്ച് നടന്നു എന്ന് നിങ്ങൾക്കറിയാം. അതിൽ ഉള്ള അനുഭവത്തിൽ കൂടെ ഇതെനിക്ക് വ്യക്തമായിട്ട് നിങ്ങളെ അറിയിക്കാൻ കഴിയും. ഞാൻ എവിടെയൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടോ, എവിടെയൊക്കെ വചന ശുശ്രൂഷ നടത്തിയിട്ടുണ്ടോ, അവിടെയെല്ലാം എനിക്ക് ലഭിച്ചിട്ടുള്ള ഒരു പ്രതികരണം, പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഒരു പ്രതികരണം ഇപ്രകാരമാണ്: ഞങ്ങൾ പ്രതീക്ഷിച്ച കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ, യേശുവാണ് ലോകത്തിൻ്റെ രക്ഷാവെന്ന് അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന ആളുകളാണ്. അപ്പോൾ ഇന്ന കാര്യം കേൾക്കാനായിട്ട് മാത്രം വരുന്നവരാണ്. അങ്ങനെ വരുന്നവരോട് അവർക്ക് അന്ന് വരെ അറിയാവുന്നതിനേക്കാൾ അതീതമായ, അതിൽ നിന്ന് അല്പം വ്യത്യാസമുള്ള എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് സുഖിക്കത്തില്ല, അവർക്ക് മനസ്സിലാകത്തില്ല, അവർക്ക്
കംപ്ലൈൻറ്റ്, പരാതി മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? അവർക്ക് വളരുവാൻ താല്പര്യമില്ല. അവരുടെ ബോധം അല്പം കൂടെ വികസിക്കണം എന്നത് അവർക്ക് താല്പര്യമില്ല എന്ന് മാത്രമല്ല, അങ്ങനെ വികസിക്കത്തക്കവണ്ണം അവരുടെ ബോധതലങ്ങളെ ഒന്ന് സ്പർശിച്ചാൽ അവരെ അറ്റാക്ക് ചെയ്യുകയാണ്, അവരോട് ചെയ്യുന്ന ഒരു കുറ്റകൃത്യമാണ് എന്നാണ് അവർ ധരിക്കുന്നത്. ഇങ്ങനെ നമ്മളെ ആക്കി വെക്കുന്നത് മതപരമായ പരിശീലനമാണ്. കാരണം മതത്തിൻ്റെ ഒരു വലിയ ശാപം, പണ്ടെങ്ങാണ്ട് നടന്ന കാര്യം, അതിനെപ്പറ്റി പണ്ടെങ്ങാണ്ട് ആരോ പറഞ്ഞ കാര്യം, ആ പറഞ്ഞ കാര്യം പറഞ്ഞ രീതിയിൽ അതുപോലെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. 1000 വർഷം, 2000 വർഷം, 5000 വർഷമായാലും അത് തന്നെ അതുപോലെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? മനുഷ്യൻ്റെ വളർച്ചയ്ക്കെതിരെ കതക് ആഞ്ഞടയ്ക്കുന്ന ഒരു സ്വഭാവമാണ് ഈ മതതാരിപ്പുകൾ വച്ചു പുലർത്തുന്നത്. അല്ലെങ്കിൽ മതതാരിപ്പുകളുടെ ആവർത്തനം കൊണ്ട് നാം നമ്മോട് ചെയ്യുന്ന അപരാധമാണിത് എന്ന് ആരും തിരിച്ചറിയുന്നില്ല. ഒരു മത കൂട്ടമെന്ന് പറയുമ്പോൾ, റിലീജിയസ് കമ്മ്യൂണിറ്റി എന്ന് നാം പറയുമ്പോൾ അതെന്താണ്? ഒരുപോലെ ചിന്തിക്കുകയും ഒരുപോലെ സംസാരിക്കുകയും ഒരേ ഭാഷ ഉപയോഗിക്കുകയും, അല്ലെങ്കിൽ ഭാഷ ഒരേ വിധത്തിൽ മാത്രം ഉപയോഗിക്കുകയും, ദൈവത്തെ ഒരേ വിധത്തിൽ മാത്രം കാണുകയും ഒരേ വിധത്തിൽ മാത്രം ആരാധിക്കുകയും, ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് ഒരേ വിധത്തിൽ തന്നെ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരേ വിധത്തിലുള്ള ആളുകളുടെ, ആ ഒരേ വിധം ആവർത്തിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടമാണ് ഈ വിശ്വാസ സമൂഹം എന്ന് പറയുന്നത്. അത് വിശ്വാസമില്ലായ്മയുടെ അനുഭവമാണെന്ന് ഞാൻ വേറെ വീഡിയോയിൽ സൂചിപ്പിച്ചുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈ മത സംവിധാനത്തിൻ്റെ ഉള്ളിൽ, ഈ മത വിശ്വാസ കൂട്ടത്തിൻ്റെ ഇടയിൽ നാം 1000 വർഷം വസിച്ചാലും അല്പം പോലും നമ്മുടെ ബോധതലങ്ങൾ വികസിക്കുകയില്ല. നാം പ്രജ്ഞയറ്റവരായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഞാൻ ഞായറാഴ്ച പോയി പള്ളിയിലിരിക്കുമ്പോൾ വി സിറ്റ് ദെയർ ലൈക്ക് ലിവിങ് കോപ്സസ്. യാതൊരു ബോധ ഉണർവും നമുക്കുണ്ടാകുകയില്ല. നമ്മുടെ ബോധത്തെ തൊടുന്ന, നമ്മുടെ ബുദ്ധി മുട്ടുവരുത്തുന്ന ഒരു കാര്യവും അവിടെ ഉണ്ടാകുകയില്ല. എന്താണ് നടക്കാൻ പോകുന്നതെന്ന് പള്ളിയിൽ പോകുന്നതിന് മുമ്പേ നമുക്കറിയാം. 10 വർഷം, 20 വർഷം, 30 വർഷം ഒരേ കാര്യമാണ്, ഒന്നുപോലെ. നിങ്ങൾ ആരാധിക്കുന്നവർ ശ്രദ്ധിച്ച് നോക്കൂ, അവർ യാന്ത്രികമായിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ട് യാന്ത്രികമായി ആരാധിക്കുന്നു? അറിയുന്നത് മാത്രം അറിഞ്ഞതുപോലെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുമ്പോൾ അത് യാന്ത്രികമാകാൻ മാത്രമേ സാധ്യമാകുകയുള്ളൂ. യാന്ത്രികതയിൽ ഇല്ലാത്തത് വളരുവാനുള്ള അവസരവും പ്രേരണയുമാണ്. നത്തിങ് മെക്കാനിക്കൽ കോൺട്രിബ്യൂട്ട്സ് ടു യുവർ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇത് നാം നമ്മോട് ചെയ്യുന്ന അപരാധമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെ പോകുന്നു. കാരണം എന്താണ്? ഈ മതമേഖലയിൽ നാം ചെറുപ്പം മുതലേ പ്രാപിക്കുന്ന ഉപദേശവും ഉത്ബോധനവും എന്താണ്? ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആനുകൂല്യം, ഇതിനപ്പുറത്തൊന്നുമില്ല. ഇങ്ങനെ ഉറക്കം തൂങ്ങി അവിടെ ഇരിക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നന്മ. അങ്ങനെയുള്ളവർ സ്വർഗത്തിൽ പോകും എന്ന് പറയുന്ന അത്ഭുതകരമായ, ഞെട്ടിപ്പിക്കേണ്ട അസത്യം ഇതാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതലായ ഭാഗം. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥ നാം തിരിച്ചറിയണം. ഇത് മനുഷ്യരാശിയെ ആകമാനം തളർത്തുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ശപിക്കപ്പെട്ടൊരവസ്ഥയാണ്. ഇതിൽ യാതൊരു നന്മയുടെ സാധ്യതയുമില്ല എന്ന നെഞ്ചത്ത് കൈവച്ച് ഞാൻ നിങ്ങളോട് പറയാണ്. ദയവായി ശ്രദ്ധിക്കുക. അതിനു പകരം യേശു നമുക്ക് നൽകിയ മാതൃക എന്താണ്? ഇപ്രകാരമുള്ള ചട്ടക്കൂടിനുള്ളിൽ കിടന്ന് നശിച്ചു പോകാതെ, പട്ടുപോകാതെ വിശാലമായ ലോകത്തിലേക്ക് കടന്നു ചെല്ലുകയും വെല്ലുവിളികളും അവസരങ്ങളും മുറ്റി നിൽക്കുന്ന ഈ ലോകത്തോട് ദൈവത്തോടുള്ള പ്രതിപത്തിയിൽ, അനുസരണത്തിൽ നാം ഇടപെടുകയും അങ്ങനെ നാം കടന്നു ചെല്ലുമ്പോൾ, അയക്കപ്പെട്ടവരായി കടന്നു ചെല്ലുമ്പോൾ അനുദിനം നമ്മുടെ മുൻപിൽ പൊന്തി വരുന്ന സാധ്യതകൾ, ചുമതലകൾ ദൈവത്തോടുള്ള ഉത്തരവാദിത്വ ബോധത്തിൽ തന്നെ നിർവഹിക്കുകയും ചെയ്യുമ്പോൾ ആ പ്രക്രിയയിൽ നിശ്ചയമായും സ്വാഭാവികമായും അടങ്ങിയിരിക്കുന്ന സഹനം അതിൽ കൂടെ നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ ബോധം ഉണരുകയും വളരുകയും ചെയ്യുന്നു. അതുകൊണ്ട് നാം രൂപാന്തരം പ്രാപിക്കുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരെ നോക്കുമ്പോൾ അതാണ് നമ്മൾ കാണുന്നത്. വെറും മുക്കുവരായിരുന്ന ആളുകൾ
പിന്നെ അവരെ ലോകം കാണുന്നത് ഇതാ ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ആളുകൾ ഇവിടെയും വന്നിരിക്കുന്നു എന്നതാണ് നമുക്കറിയാം. അപ്രകാരം അതെന്തിനെ സൂചിപ്പിക്കുന്നു? അവരുടെ വളർച്ചയെ സൂചിപ്പിക്കുന്നു. അതാണ് നമുക്ക് പ്രാപിക്കേണ്ട അനുഗ്രഹം. അത് പ്രാപിക്കണമെങ്കിൽ അതിനായിട്ട് അനായാസമായിട്ട് സഞ്ചരിക്കാവുന്നൊരു മാർഗമൊന്നുമില്ല, ഷോർട്ട് കട്ടൊന്നുമില്ല. ഇത് കഷ്ടത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും സഹനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും മാർഗമാണ്. ഈ വഴിയിൽ കൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ. ആ വഴിയുടെ പേര് യേശുവാണെന്ന് സുവിശേഷം നമ്മെ അറിയിക്കുന്നു. ഞാനതിൽ വിശ്വസിക്കുന്നു. എന്നാൽ ആ വഴിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ബോധതലങ്ങൾ ഉണരുവാൻ തക്കമായ എല്ലാ അനുഭവങ്ങളും ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ ഇടർച്ച അനുഭവിക്കാതെ അത് നമ്മുടെ വളർച്ചയുടെ ഭാഗമായി പോഷണമായി കാണുവാനുള്ള വിശ്വാസവും കൃപയും ദൈവം നമുക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ചിന്തകൾ ഉപസംഹരിക്കുന്നു.